ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എക്ട്രേ വെച്ചിട്ട് ഒരു വോൾ ഹാങ്ങിങ് ആണ്. നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് എടുത്ത് കളയുന്നൊരു സാധനമാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് എക്ട്രേ വേണം, കാർഡ്ബോർഡ് വേണം, സ്കെയിലും പെൻസിലും വേണം, കുറച്ച് അക്രിലിക് പെയിൻറ്റ് വേണം, സിസേഴ്സ്, ജൂട്ട് ത്രെഡ്, ഗ്ലൂ ഗൺ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് കാർഡ്ബോർഡ് ഒരു ഡയമണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. 20 സെൻറ്റിമീറ്ററാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു ഡയമണ്ടിൻ്റെ ഷേപ്പൊക്കെ കിട്ടും. ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷേപ്പ് നമുക്ക് കിട്ടും. ഒരു ഡയമണ്ട് ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. അതിന് ശേഷം നമുക്ക് കുറച്ച് പെയിൻറ്റ് എടുത്തിട്ട് അതിലൊന്ന് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ലൈറ്റ് യെല്ലോ കളർ അക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് എക്ട്രേ ആണ് വേണ്ടത്. അത് നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുത്ത് റൗണ്ടിലൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതൊന്ന് പെറ്റൽസ് ആക്കി എടുക്കണം. 5 പെറ്റൽസ് അല്ലെങ്കിൽ 4 പെറ്റൽസ് നമുക്ക് ചെയ്യാവുന്നതാണ്. നല്ലതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക. ശരിക്കും റൗണ്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ പെറ്റൽസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 5 പെറ്റൽസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. മൊത്തം ഒന്ന് വെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ പെറ്റൽസും നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഒരു ഓവൽ ഷേപ്പ് ആയിട്ട് ചെയ്യാൻ 2 സൈഡും ഒന്ന് വെട്ടിക്കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് കിട്ടും. നല്ല ഭംഗിയായിട്ട് കിട്ടും. ഒത്തിരി പാടൊന്നുമില്ല. ജസ്റ്റ് 2 സൈഡ് ഒന്ന് വെട്ടിക്കൊടുത്താൽ മാത്രം മതി. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാ പെറ്റൽസും നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ഫ്ലവേഴ്സാക്കി എടുക്കണം. അടുത്തത് നമ്മളിതുപോലെ തന്നെ ചെയ്യുകയാണ്. നമുക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴെങ്കിലും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് ഫ്ലവേഴ്സ് ഒന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. എക്ട്രേ വെച്ച് ചെയ്താൽ പറയത്തേ ഇല്ല. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. എല്ലാ സൈഡും നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് നല്ല രീതിയിലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് മുഴുവനൊന്ന് ചെയ്തെടുക്കാം. ഫുള്ള് ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് അതൊന്ന് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പർപ്പിൾ പിങ്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് അക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. ഞാൻ ട്യൂബ് എടുത്തതേ ഉള്ളൂ. രണ്ടും ഒരേപോലെ. ഇതിന് കുറച്ച് വാട്ടർ മിക്സ് ചെയ്യണമെന്നേ ഉള്ളൂ. ഫുൾ ഫ്ലവേഴ്സ് ഒന്ന് ചെയ്തെടുക്കാം നമുക്ക്. ട്യൂബ് ആകുമ്പം കുറച്ച് കട്ടിയാകാതൊക്കെ ഒത്തിരി നാളിരിക്കും. നമുക്ക് ഒത്തിരി കാലം അത് ഉപയോഗിക്കാനായിട്ടൊക്കെ പറ്റും. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് ബോട്ടിൽസിലുള്ളതാണെങ്കിലും നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതായാലും മതി. അതിനുശേഷം നമ്മൾ പുറകിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അത് ശരിക്കും നമ്മൾ ഒട്ടിക്കുകയാണ്. പക്ഷേങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്താൽ മതി. നല്ല രീതിയിൽ ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഫുള്ളൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ
നടുക്കുള്ള ഭാഗത്ത് കുറച്ച് ലൈറ്റ് യെല്ലോ കളറ് കൊടുക്കാവുന്നതാണ്. ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് കൊടുക്കാം. ഇങ്ങനെ 2 കളർ കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ്. എക്ട്രേ ഒക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന സാധനം ഇതിങ്ങനെ നല്ല ക്യൂട്ടായിട്ട് കിട്ടും നമുക്ക് മുഴുവനൊന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡയമണ്ട് ഷേപ്പിൽ കാർഡ്ബോർഡ് വെട്ടി വെച്ചിട്ടില്ലേ, അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. മേൽഭാഗം ഒരിച്ചിരി സ്പേസ് ഒന്ന് വെറുതെ വിടണം. കാരണം അതിനകത്ത് നമുക്ക് ഒരു ഹോൾ ഇട്ടിട്ട് ഒന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് വിടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിച്ച് തുടങ്ങാം. ആദ്യം നമുക്ക് കുഞ്ഞൊരു ഫ്ലവർ ഒട്ടിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കാർഡ്ബോർഡ് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഫ്ലവേഴ്സ് വെച്ച് വെക്കണമെന്ന്. ഇപ്പം നമ്മൾ ആദ്യം ഒരു ഫ്ലവർ വെച്ചു, അത് കഴിഞ്ഞ് ഇവിടെ 2 ഫ്ലവേഴ്സ് വെക്കുകയാണ്. അങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണ്. ഇപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അറേഞ്ച് ചെയ്യാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അത് അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്ലവേഴ്സ് കട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇച്ചിരി ടൈം എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സൈസിൽ ഈ കാർഡ്ബോർഡ് ചെയ്യുവാണെങ്കിൽ 20 സെൻറ്റിമീറ്റർ വെച്ച് എടുത്ത് നമ്മൾ അളന്ന് ചെയ്യുവാണെങ്കിൽ അതിന് ഒരു 25 ഫ്ലവേഴ്സാണ് വേണ്ടത്. ഇത്രയൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 25 ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചൊക്കെ നോക്കി എത്ര ഫ്ലവേഴ്സ് വേണമെന്നൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലതായിട്ട് ഗ്യാപ്പൊന്നും വരാതെ നല്ലതായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതുപോലെ ആണെങ്കിൽ ഞാനിവിടെ യെല്ലോ കളറാണ്, ലൈറ്റ് കളറാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്തു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബ്ലാക്ക് കളർ അടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. നിങ്ങൾ ചെയ്യുമ്പം ബ്ലാക്ക് കളർ അടിക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഇത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഈ ലൈറ്റ് കളർ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ ആ ലൈറ്റ് കളർ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പം ബ്ലാക്ക് കളർ കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. നമ്മൾ ഒന്നും ചെയ്ത് വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വോൾ ഹാങ്ങിങ് ആണ്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഡയമണ്ട് ഷേപ്പാണ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊരു കെട്ടിട്ട് കൊടുക്കണം. ജൂട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കെട്ടിടുന്നത്. നമുക്കിതൊന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ചെറിയൊരു കെട്ടിട്ട് കൊടുത്താൽ മതി. വലിയ അങ്ങ് ഇതൊന്നുമില്ല, ഭാരമൊന്നുമില്ലല്ലോ. കാർഡ്ബോർഡ് ചെറിയ കട്ടിയുണ്ട് എങ്കിലും വലിയ ഭാരമൊന്നുമില്ല. പിന്നെ മുകളിലും നമുക്ക് ഒരു റൗണ്ട് പോലെ ആക്കിയിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഹുക്കിലോട്ട് നമുക്ക് ഇങ്ങനെ തൂക്കിയൊക്കെ കൊടുക്കാം. നല്ല ഭംഗിയാണ്. എല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നോക്കണം. ഫുള്ളിപ്പം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പരിപാടി. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.